പലതരത്തിലുള്ള ഫോട്ടോഷൂട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സേവ് ദ ഡേറ്റ് ആണ് ഒരു പ്രധാനപ്പെട്ട ട്രെൻഡ്. അതേപോലെ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടുണ്ട്. ഈ ശരണ്യ എന്ന് പറയുന്ന വയനാട്ടിലെ മുട്ടിലുള്ള പഴശ്ശി ആദിവാസി കോളനിയിൽ നിന്നുള്ള ശരണ്യയുടെ ഒരു മെറ്റേണിറ്റി ഷൂട്ട് ഇതിനകം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞിരിക്കുന്നു. ശരണ്യയുടെ ഈ ഗർഭിണിയായിരിക്കുന്ന ശരണ്യയുടെ ചിത്രമെടുത്ത് വൈറലാക്കിയ ആതിര ജോയ് എന്ന ഒരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറുണ്ട്. ഇരുവരും നമുക്കൊപ്പം അതിഥികളായിട്ട് ചേരുന്നു. ആദ്യം ശരണ്യ, വെരി ഗുഡ് മോർണിംഗ്. ആതിര നമുക്കൊപ്പം ഈ പ്രഭാത വാർത്തായാത്രയിൽ ചേർന്നതിന്. ശരണ്യ, സുഖമായിരിക്കുന്നല്ലോ അല്ലേ? കേൾക്കുന്നുണ്ടോ? ഓക്കെ. ശരണ്യ, ഇപ്പോ എത്ര മാസം കഴിഞ്ഞു? ഇനിയിപ്പോ എത്ര നാൾ കൂടി ഉണ്ട് കാത്തിരിപ്പ്? ഇല്ല, ഡെലിവറി കഴിഞ്ഞു. കഴിഞ്ഞു. ഡെലിവറി കഴിഞ്ഞു. അയ്യോ, ആ വിവരം ഞാൻ അറിഞ്ഞില്ല, ക്ഷമിക്കണം. അപ്പം ഇത് എനിക്കൊന്ന് കുറച്ച് നാൾ മുമ്പെടുത്ത ഫോട്ടോയാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് അല്ലേ? അല്ലല്ല, ഫോട്ടോ എടുത്തിട്ട് ഇപ്പോൾ ഒരു 4 മാസത്തോളമായി. പക്ഷെ ഞാൻ ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്തത്. ഓക്കെ. അതിന് ഞാൻ ശരണ്യ എടുത്ത് ചോദിച്ചാൽ, ശരണ്യ ആ ഫോട്ടോ കണ്ടപ്പോൾ ആദ്യം തോന്നിയത് എന്താ? ശരണ്യക്ക് ഒരുപാട് ഫോട്ടോയൊന്നും ഒരു പക്ഷേ എടുത്തു കാണാൻ സാധ്യതയില്ല. ഈ ഫോട്ടോ എടുത്ത് അത് ആൾക്കാരൊക്കെ അറിയുന്നു എന്നറിഞ്ഞപ്പോൾ എന്ത് തോന്നി? സന്തോഷം തോന്നി. ഓക്കെ. ശരണ്യയുടെ കുഞ്ഞാവയ്ക്ക് പേരൊക്കെ ഇട്ടോ? സുഖമായിരിക്കുന്നോ ശരണ്യയുടെ കുഞ്ഞാവ? പേരിട്ടിട്ടില്ല. അവന് നല്ല കരച്ചിലുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് ശരണ്യ അധികം സംസാരിപ്പിക്കണ്ട. എനിക്കൊന്നും ഇപ്പം 4 മാസമേ ആയിട്ടുള്ളൂ കുഞ്ഞിന്. എങ്ങനെയാണ് ഈ ഐഡിയയിലേക്ക് എത്തിയത്? പലതരം ഫോട്ടോഷൂട്ടുകളുണ്ട്, വെറൈറ്റി ഫോട്ടോഷൂട്ടുകളൊക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. അപ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു ഫോട്ടോഷൂട്ടായിരുന്നു അതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു ഐഡിയ വന്നത് എങ്ങനെയാണ് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മെറ്റേണിറ്റിയിലാണ്. അപ്പം മെറ്റേണിറ്റിയിൽ തന്നെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സമൂഹത്തിലേക്ക് ഒരു സന്ദേശം കൊടുക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് ചെയ്തതാണ്. ഓക്കെ. ഈ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടിനൊക്കെ ഡിമാൻഡ് ഉണ്ടോ? സ്വാഭാവികമായും ഇപ്പോൾ ഫോട്ടോഗ്രാഫറുടെ ഭാഗത്ത് നിന്ന് അതിനകത്ത് ഒരുപാട് സാധ്യതയുണ്ടെങ്കിലും പൊതുവെ ആളുകളൊക്കെ ഈ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് എന്നുള്ളതൊരു കൾച്ചറായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരുപക്ഷെ ഇത് ഡിമാൻഡ് വരുന്നുണ്ടോ അതിന്? ഇപ്പം വെഡ്ഡിങ് പോലെ തന്നെ വളരെ ബൂമായിട്ട് നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ് മെറ്റേണിറ്റി, ന്യൂബോൺ ഫോട്ടോഗ്രാഫി എല്ലാം. ഓക്കെ. ശരണ്യ, ഈ ആദ്യം എന്താ പറഞ്ഞത്? ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ശരണ്യ സമ്മതിക്കുകയായിരുന്നോ അതോ ആദ്യം എന്തിനാണെന്നൊക്കെ ചോദിച്ചോ ശരണ്യ? ചോദിച്ചു. ഓക്കെ. ഫോട്ടോ എടുക്കാൻ ബാക്കി ഊരിലുള്ള ആൾക്കാരൊക്കെ സമ്മതിച്ചോ? ഭർത്താവും അച്ഛനൊക്കെ. എന്താണ് ആതിര പറഞ്ഞത് ഫോട്ടോ എടുക്കാൻ വരുന്ന സമയത്ത്? ഓക്കെ, എന്താണ് പറഞ്ഞത് ആതിര? ചേച്ചിക്ക് ഗർഭിണിയായപ്പോ ചേച്ചിക്ക് ഗർഭിണിയായ കുട്ടീനെ വേണമെന്ന് പുള്ളിക്കാരി ആദ്യം കൺഫ്യൂസ്ഡ് ആയിരുന്നു, എന്താ സംഭവം, എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെ പ്രൊഫൈലിലുള്ള കുറച്ച് മെറ്റേണിറ്റി ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നീട് ആളുടെ അടുത്ത് പറഞ്ഞു, മോളെ നല്ല സുന്ദരിയാക്കി, നല്ല ഡ്രസ്സൊക്കെ ഇടിച്ച് നല്ല മോളാക്കി, ഭയങ്കര ഹാപ്പി ആയിട്ട് ചേച്ചി കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ആൾ കുറച്ച് പാമ്പറൊക്കെ ചെയ്തപ്പോഴേക്കും അവൾ സമ്മതിച്ചു. ശരണ്യ എന്താ ചെയ്യുന്നത്? വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? എത്ര ക്ലാസ് വരെ പഠിച്ചു ശരണ്യ? 10ാം ക്ലാസ്സിൽ പഠിച്ചു. ഓക്കെ. വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ അവിടെ? ഇല്ല. ഓക്കെ. അപ്പം ആതിര ശരണ്യെ സമ്മതിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു അല്ലേ? ശരണ്യ ഇപ്പം ഇച്ചിരിയെങ്കിലും സംസാരിക്കണ്ട. ആ സമയത്ത് ഭയങ്കര ഷൈ ആയിരുന്നു. അപ്പോൾ ആളുടെ ഹസ്ബൻഡുമായിട്ടാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ വന്നു, ഭർത്താവിനെ കണ്ടു, ഭർത്താവിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു. പിന്നെ ആണ് മോളെടുത്ത് വന്ന് കുട്ടീനെ പറഞ്ഞ് ആളാദ്യം ഇങ്ങനെ എന്താ പറയുക, ഇൻട്രാക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു.
വിധത്തിൽ ഈ പറഞ്ഞ പോലെ സുന്ദരിയാക്കാം, നല്ലോട് പിടിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞാണ് ചെയ്തത്. ഓക്കെ, ഇപ്പോൾ എനിക്കൊന്ന് ഒരുപാട് പേര് ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെച്ചിട്ടുണ്ട്. ഇതൊരു മെസ്സേജും കൂടി കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മെറ്റേണിറ്റിയൊക്കെ ആഘോഷിക്കപ്പെടേണ്ടത് എങ്ങനെയാണ്, ഒരു കരുതലുണ്ടാകേണ്ട ഒരു സമയമാണ്. അതിനോടൊപ്പം മനസ്സ് വളരെ ഫ്രീ ആയിരിക്കേണ്ട, ഉല്ലസിക്കേണ്ട നിമിഷം കൂടിയാണെന്നൊരു മെസ്സേജ് ആ ചിത്രത്തിൽ തന്നെ കിട്ടുന്നുണ്ട്. അതിന് യഥാർത്ഥത്തിൽ ആ ചിത്രം എടുക്കുന്നതിലൂടെ ആതിര കമ്മ്യൂണിക്കേറ്റിന് ഉദ്ദേശിച്ച മെസ്സേജ് എന്തായിരുന്നു? ഒരു ഫോട്ടോഗ്രാഫിയുടെ സൗന്ദര്യത്തിനും അപ്പുറം. ഒന്നുകൂടി പറയാമോ? ഞാൻ കുറച്ച് കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഹലോ. അതായത് ആ ഫോട്ടോഗ്രാഫിയുടെ ഒരു സൗന്ദര്യത്തിനും അപ്പുറമേ അതിലെ ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവുമല്ലോ ഈ മെറ്റേണിറ്റി ഫോട്ടോയിലൂടെ. അതെ അതെ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഈവൻ മെറ്റേണിറ്റി ആണെന്നുണ്ടെങ്കിലും പ്രീ വെഡിങ്, വെഡ്ഡിങ്, ഈ പറയുന്ന എല്ലാ സംഭവങ്ങളും പൈസക്കാരന് മാത്രം ഒരു കുത്തകയായിട്ട് നിൽക്കുകയാണ്. അപ്പം ഈ പാവപ്പെട്ടവർ അല്ലെങ്കിൽ ഇതുപോലെ സമൂഹത്തിൽ അറിയാണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഇതെല്ലാം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെയും ആഗ്രഹങ്ങളാണ് ഇതെല്ലാം എന്നുള്ളതെന്ന് കാണിക്കാനാണ് ട്രൈ ചെയ്തത്. ഓക്കെ, താങ്ക് യു അതിര, കൺഗ്രാറ്റുലേഷൻസ് എന്തായാലും. ഒപ്പം ശരണ്യ, മോനാണോ മോളാണോ? ഞാനത് ചോദിച്ചില്ല. മോനാണ്. മൂത്ത കുട്ടിയാ, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? ഈ ഒക്കത്തിരിക്കുന്ന മൂത്ത കുട്ടിയാണ്, മറ്റേ കുട്ടി ഉറങ്ങുകയാണ്. രണ്ടും ആൺകുട്ടികളാണ്. ഓക്കെ, അത് ശരി. ഓ ഗ്രേറ്റ്. ഓക്കെ, അപ്പോൾ ശരണ്യ രണ്ട് കുട്ടികൾക്കും, ശരണ്യയ്ക്കും ഒപ്പം ശരണ്യയുടെ കുടുംബത്തിനും നല്ലത് സംഭവിക്കട്ടെ. ആരോഗ്യത്തോടു കൂടി ഇരിക്കുക, സന്തോഷത്തോടു കൂടി ഇരിക്കുക. അപ്പോൾ എന്തായാലും ശരണ്യയെ ലോകം അറിഞ്ഞു തുടങ്ങി ഈ ഒരു ചിത്രത്തിലൂടെ. ഒപ്പം ആതിര ജോയി എന്ന ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറെയും നമ്മൾ അറിയുന്നു. താങ്ക് യു ആതിര, താങ്ക് യു ശരണ്യ, നമുക്കൊപ്പം ഈ പ്രഭാതത്തിൽ ചേർന്നതിന്.